ചെയ്യുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് മാനവീയം സിറ്റിയിലും അല്ലെങ്കിൽ ടെക്നോ പാർക്കിന്റെ ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഒരു 12-1 മണി കഴിഞ്ഞാല് മാനവീയത്ത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാല് എല്ലാ പേരൻസും അറിയേണ്ട കാര്യമാണ്. അച്ഛനും അമ്മയൊക്കെ വിചാരിക്കുന്നത് മക്കൾ ചിലപ്പോൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ PGക്ക് താമസിക്കുന്നിടത്തോ ഒക്കെ കിടന്നുറങ്ങുമായിരിക്കും എന്നാണ്. പക്ഷേ ഒരു 16-17 വയസ്സ് മുതലുള്ള കുട്ടികൾ വരെ നൈറ്റിൽ ഒരു ടൈം കഴിഞ്ഞാൽ അവരെ പിക്ക് ചെയ്തോണ്ട് പോകാനായിട്ട് വണ്ടികൾ വരുന്നു. ഇപ്പൊ മാനവീയത്ത് തന്നെ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യമാണ്. നമ്മൾ പോലീസുകാർ അവിടെ കാക്കിയിട്ട് വെറുതെ നിൽക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 12-1 മണിയൊക്കെ കഴിഞ്ഞാല് ഇവരെ കൊണ്ടുപോകാനായിട്ട് വലിയ വലിയ കാറുകൾ വരുന്നു, ഇവര് പോകുന്നു. നമ്മൾ അവിടെ തന്നെ നമ്മുടെ ഡ്യൂട്ടി 7 മണി വരെ ഉള്ളതാണ്. ഒരു അഞ്ച് മണിക്കുള്ളിൽ 4-5 മണിക്കുള്ളിൽ അവർ തിരിച്ചു വരുന്നു. അത് മാത്രമല്ല, അവര് സിറ്റിയുടെ പല ഭാഗത്തു നിന്നിട്ട് പല വണ്ടികളിലും പല സ്ഥലത്തുനിന്നും ഇവർ പോകുന്നുണ്ട്. അതെല്ലാം തന്നെ ചെറിയ കുട്ടികളാണ്, നമ്മൾ നന്നായിട്ട് കാണുന്നതാണത്. ഒരു ടീം ഒരു പ്രാവശ്യം 4 കുട്ടികൾ, നല്ല സുന്ദരി മെലിഞ്ഞ് നല്ല സുന്ദരി പെൺപിള്ളേരാണ്. അവരെ കൊണ്ടുപോകാനായിട്ട് ഇരുന്നത് നെടുമങ്ങാട് ഭാഗത്ത് താമസിക്കുന്ന ഒരു 4 പയ്യന്മാരാണ്. അവന്മാര് 2 പേര് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നത് രാത്രി 1 മണിക്ക്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തിനാണ് 1 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ഇരിക്കണേന്ന് കരുതിയിട്ട് ഞാനൊക്കെ വണ്ടിയുടെ അകത്തുനിന്ന് തല വെളിയിലോട്ടിട്ട് നോക്കിയപ്പോഴാണ് അവരിയ്ക്കുന്നതിന് പാളയത്ത് സാബല്യത്തിന്റെ സൈഡില് അവരിയ്ക്കുന്ന ബസ് സ്റ്റോപ്പിന് ബാക്കിലായിട്ട് 4 പെൺപിള്ളേരും കൂടി ഒരുങ്ങി നിൽക്കുന്നു. ബാക്കി അപ്പുറത്തെ 2 പേര് കാറിലിരിക്കുന്നു. നമ്മൾ എന്താന്ന് ചോദിക്കാൻ ഇറങ്ങിയതും ഈ പിള്ളേര് ഓടിയ വഴി എവിടാന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ നമ്മുടെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലെ നൈറ്റ് വണ്ടിയും അവിടെ ഉണ്ടായിരുന്ന ആ പരിസരത്ത് ഞാൻ അവരെയും കൂട്ടിയിട്ട് നമ്മൾ തപ്പാൻ ഇറങ്ങിയിട്ട് ആ മാർക്കറ്റിന്റെ ആ ഭാഗത്ത് എവിടെയോ ഓടി പെൺപിള്ളേർ പോയി. അവന്മാരില് ഒരുത്തൻ നെടുമങ്ങാട് നിന്ന് സ്ഥിരമായിട്ട് മാനവീയത്ത് വരുന്നവനാണ്, ഒരുത്തൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നവനാണ്, മറ്റു 2 പേരും വലിയ പണിയൊന്നും ഇല്ലാത്തവന്മാരാണ്. പക്ഷേ ഈ പിള്ളേർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈറ്റില് അവര് തന്നെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അത് വലിയൊരു ഇഷ്യൂ ആണത്. ഈ പോലീസ് ഒരു പണിയില്ലാതെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ അത്ര ഇതായിട്ട് പറഞ്ഞതല്ല. കാരണം ഞാൻ തന്നെ 2-3 കാര്യങ്ങളിൽ ചോദ്യം ചെയ്തപ്പോ നമ്മുടെ വീഡിയോ എടുക്കാനും എന്തുകൊണ്ട് നമ്മൾ നൈറ്റിൽ നിന്നുകൂടെ, അതെന്താ നമ്മൾ തെറ്റാണോ ചെയ്യുന്നത്, ബാക്കി ഇവര് നമ്മുടെ ഫ്രണ്ട്സ് ആണ് എന്ന് വെച്ചാല് ഒരു തരത്തിലും നമ്മൾ പേരൻസിന് അംഗീകരിക്കും